നിശ്ചയമായും ഒരു യുഗത്തിന്റെ അന്ത്യമാണ് VS-ന്റെ വിയോഗത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. വിപ്ലവ കേരളത്തിന്റെ വീരേതിഹാസങ്ങളുടെ സുപ്രധാനമേടാണ് പുന്നപ്രവയർ. ആ സമരചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വമായിരുന്നു VS-ന്റെ. പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ പ്രശ്നങ്ങളിൽ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ 32 നാഷണൽ കൗൺസിൽ മെമ്പർമാർ അതിലൊരാൾ VS ആയി. 1964 CPM രൂപം. അതിന്റെ നിലയിൽ തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ രൂപത്തിൽ സംഘടനാ മേഖലയിൽ നല്ല ഉറപ്പിച്ചിട്ടുണ്ട്. സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും ഏൽപ്പിച്ച കാലഘട്ടത്തിലെല്ലാം ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നയിക്കുന്ന രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകി. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ കർഷക തൊഴിലാളികളെ അടിമബോധത്തിന്റെ അവകാശബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിന്റെ നേതൃത്വം ശ്രദ്ധേയമായി ഇടപെട്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം കേരളത്തിലെ സംഘടന നയിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഘടനാ പാഠവത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വന്ന നേതാവായിരുന്നു. നിയമസഭാ സാന്നിധ്യം എന്ന രൂപത്തിലും പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും കേരള നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കവും രാഷ്ട്രീയ കേരളം എല്ലാം തൊഴിൽ നോക്കി കണ്ടിട്ടുണ്ട്. ഈ പുസ്തക നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കിയത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്താണ്. ഇങ്ങനെ നമ്മുടെ നാടിന്റെ വികാസ ചരിത്രത്തിൽ വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് ഈ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അനശ്വരനായ പ്രവർത്തകയാണ് VS. അദ്ദേഹത്തിന്റെ നാമം കാലവും ചരിത്രവും ഒരു കാലം ഹൃദയങ്ങളിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ ദുഃഖവും മനുഷ്യരുടെ അദ്ദേഹത്തിന്. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് പലപ്പോഴും കാർക്കശ്യമുള്ള നിലപാടുകളിൽ വെള്ളം ചേർക്കില്ല എന്ന് പറയുമ്പോഴും വളരെ സൗമ്യമായി സരസമായി സംസാരിക്കുന്ന VS-നെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ എല്ലാവരോടും പെരുമാറുന്നത്? നിശ്ചയമായും സംഘടനാ രംഗത്ത് ഒരു വിപ്ലവകാരി എല്ലായ്പ്പോഴും തീരുമാനങ്ങളെടുത്താൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നത് ആ സംഘടനാ പാഠവത്തിന്റെ ഏറ്റവും പ്രധാനമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ സംഘടനാ രാഷ്ട്രീയ നേതൃത്വമായി വരിക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. ആ ഘട്ടങ്ങളെല്ലാം എല്ലാ പ്രതിസന്ധികളിലും സംഘടനാ രാഷ്ട്രീയ നേതൃത്വമായി ഉയർന്ന് എല്ലായ്പ്പോഴും നിലപാടുകളിലും നിലവാരങ്ങളിലും ഉറച്ചു നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ശരി സാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.